നമ്മുടെ ഫയർഫോഴ്സിനെ കുറിച്ചാണ് എപ്പോഴും പറയല്ലേ, എന്തെല്ലാം ഉദാഹരണങ്ങൾ ഇതേ തത്സമയം റിപ്പോർട്ടറിൽ പറഞ്ഞിട്ടുണ്ട്. എന്തിനും ഏതിനും ഓടിയെത്തും. ആ പറയുന്ന ഉദാഹരണങ്ങൾ ചിലപ്പോഴൊക്കെ വരും നമ്മുടെ ഈ കുട്ടികളൊക്കെ പലപ്പോഴും കുസൃതികളൊക്കെ കാണിച്ചിട്ട് പെട്ടുപോകുന്ന ഒരു അവസ്ഥയല്ലേ. സ്വാഭാവികമാണ്, കുഞ്ഞുങ്ങൾ കുരുത്തക്കേട് കാണിക്കും. അപ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ എന്ത് ചെയ്യാൻ പറ്റും? അവരെ രക്ഷപ്പെടുത്തിയെടുക്കണം. അങ്ങനെ വീട്ടുകാർ ഫയർഫോഴ്സിനെ വിളിക്കുന്നു, രക്ഷപ്പെടുത്തുന്നു. അതേപോലെ ഒരു കാര്യം തന്നെയാണ് തിരുവല്ലയിലാണ് സംഭവം. പത്തനംതിട്ടയിലെ തിരുവല്ല മുത്തൂരില് വീട്ടിലെ കിടപ്പുമുറിക്കുള്ളിൽ കുടുങ്ങിപ്പോയ 3.5 വയസ്സുകാരിയാണ് അഗ്നിശമന സേനയെത്തി രക്ഷപ്പെടുത്തിയത്. മുത്തൂർ മണ്ണത്ത് വടക്കേപ്പറമ്പ് വീട്ടിൽ സുചിത്രയുടെ മകൾ ലക്ഷ്മിപ്രിയയ്ക്കാണ് അഗ്നിശമന സേന രക്ഷകരായത്. കഴിഞ്ഞ ദിവസം രാത്രി ഒരു 10 മണിയോടെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇന്ദുലേഖ രേണുവാണ് നമ്മുടെ കൂടെയുള്ളത്. ഇന്ദു, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എപ്പോഴും പറയുന്ന ഒരു ഡയലോഗ് തന്നെയാണ്, ഓടിയെത്താൻ ഇങ്ങനെ ഒരു ടീം നമുക്കുള്ളപ്പോൾ പേടിക്കുകയൊന്നും വേണ്ട. ഇതിപ്പോൾ തന്നെ കുസൃതി കാണിച്ചതാകാമല്ലേ, അങ്ങനെയാണ് തോന്നുന്നത്. പെട്ടുപോയി, എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ വീട്ടുകാർ വിളിക്കുന്നു. തുറന്നപ്പോൾ തന്നെ പാവം, കരച്ചിൽ കേട്ടപ്പോൾ സങ്കടം തോന്നുന്നുണ്ട്. നല്ല രീതിയിൽ പേടിച്ചിട്ടെടുത്ത അമ്മയുടെ മുഖമൊക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കി. ഇത് ശരിക്കും എന്ത് കുരുത്തക്കേട് ഒപ്പിച്ചിട്ടാണ് ഇങ്ങനെ കുടുങ്ങിപ്പോയത്? ഒരു 3.5 വയസ്സുകാരി ഉണ്ടാക്കി വെച്ച പൊല്ലാപ്പാണ് നമ്മൾ ഈ കണ്ടത് മൊത്തം. തിരുവല്ല സ്വദേശിനിയായ സുചിത്രയുടെ മകൾ ലക്ഷ്മിപ്രിയ, ആൾക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ 3.5 വയസ്സാണ് പ്രായം. ആ കുട്ടി കുറുമ്പിയാണ് ഈ വിഷയങ്ങൾക്കെല്ലാം പിന്നിലെന്ന് പറയാൻ കേട്ടോ. വലിയ കുറുമ്പൊന്നുമല്ല, നമ്മളിൽ പലരും അല്ലെങ്കിൽ ഇപ്പോഴും എല്ലാ കുട്ടികളും ചെയ്യുന്ന ഒരു കാര്യം തന്നെ, വീടിനുള്ളിലെ മുറിയിൽ നിന്ന് അകത്ത് കയറി പൂട്ടിട്ടു. അതായത് വീടിനുള്ളിലെ 1-ാം നിലയിലെ കിടപ്പുമുറിയിൽ കയറി ആൾ തന്നെ അകത്തു നിന്ന് കുറ്റിയിട്ടു. ആദ്യമൊക്കെ തുറക്കാൻ പറ്റുമെന്ന് വീട്ടുകാർ പ്രതീക്ഷിച്ചു. ആളോട് തന്നെ പതിയെ തുറന്ന് പുറത്തേക്ക് വരാൻ പറ്റും. പക്ഷെ കുട്ടി എത്ര ശ്രമിച്ചിട്ടും വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയില്ല. പിന്നെ വീട്ടുകാർ ശ്രമിച്ചു, ഭയന്നപ്പോൾ സമീപവാസികളെ കൂടി വിളിച്ചു. അങ്ങനെ വീട്ടുകാരും സമീപവാസികളും ഒക്കെ ചേർന്ന് ഒരു അരമണിക്കൂർ പ്രയത്നിച്ചു. പക്ഷെ അപ്പോഴും വാതിൽ തുറക്കാൻ കഴിഞ്ഞില്ല. സ്വാഭാവികമായും എല്ലാവരും ഒരു ഭയപ്പെടും, കുട്ടിയുടെ ഉള്ളിലായാലും ഒരു ഭയം ഉണ്ടാവും. അങ്ങനെ ആകെ പ്രശ്നമാണെന്ന് തോന്നിയപ്പോഴാണ് പിന്നെ തിരുവല്ല ഫയർഫോഴ്സിനെ വിളിക്കുന്നത്. അങ്ങനെ ഫയർഫോഴ്സ് എത്തിയാണ് ആളേതാ മുറിക്ക് പുറത്തെത്തിച്ചത്. അപ്പോഴാണ് എല്ലാവർക്കും, കുട്ടിക്കും അടക്കമൊന്ന് ആശ്വാസമായതെന്ന് തന്നെ പറയാം. നമുക്കറിയാം, ഇതൊന്നും അതിഭീകരമായ പ്രശ്നമല്ല എങ്കിൽ കൂടി ഇപ്പോൾ കണ്ടില്ലേ കൊച്ചു പ്രശ്നങ്ങളല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിലും ഇങ്ങനത്തെ കുറുമ്പ് കാട്ടുന്ന കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ. ഒരൊറ്റ ദിവസം കൊണ്ടാണ് ആളിതാ ഇപ്പോൾ പോപ്പുലർ ആയിരിക്കുന്നതെന്ന് പറയാം. ഇനി ഒരു 10 വർഷം കൂടി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു 15 വയസ്സും കൂടെ കഴിയുമ്പോൾ ലക്ഷ്മിപ്രിയ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ആളൊന്ന് ചിരിക്കും. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എന്തൊക്കെ കുറുമ്പാ കാട്ടിയത്, അച്ഛനെയും അമ്മേനെയും എന്തോരം വലച്ചിട്ടുണ്ട്. ഇപ്പോൾ ദാ അച്ഛനെയും അമ്മയും മാത്രമല്ല, സമീപവാസികളെയും വിളിച്ച് അവസാനം എന്താ ഫയർഫോഴ്സ് എത്തി ആളെ രക്ഷിക്കേണ്ട ഒരു അവസ്ഥ വരെ ഉണ്ടാക്കി വെച്ചു എന്നൊക്കെ കുറേ നാൾ കഴിഞ്ഞ് കേൾക്കുമ്പോൾ ആൾക്കൊരു തമാശയായിരിക്കും, അല്ലെങ്കിൽ ഒരു കൗതുകത്തോടെ ഈ കഥയൊക്കെ കേട്ടിരിക്കും. ശരിയാണ്. അപ്പോൾ ഒന്ന് ആ ഒരു വശം, മറ്റൊന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ അറിയാല്ലേ, കുട്ടികളാണ്, കുസൃതിയൊക്കെ കാണിക്കും. ചിലപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നീണ്ട അതിൽ തന്നെ പെട്ടുപോയിട്ട് തീരുമാനം എടുക്കാനൊന്നും വൈകരുത്. വിളിച്ചാൽ ഓടിയെത്താൻ ഒരു ഫയർഫോഴ്സ് സേന തന്നെ നമുക്കുണ്ട് എന്നുള്ള കാര്യം എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. ഇവിടെ തന്നെ ഓടിയെത്തിയത് കണ്ടില്ലേ, എന്നാലും ഒരു അരമണിക്കൂർ അവരൊന്ന് പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അത്രയൊന്നും വൈകിക്കരുത് കേട്ടോ. കണ്ടല്ലോ എന്താണ് കുറുമ്പ് കാണിച്ചത് എന്നുള്ളത്. പക്ഷേ സാരമില്ല, പോട്ടെ, ആളിപ്പോൾ ഓക്കെയാണ്, വീട്ടുകാരും ഓക്കെയാണ്, അത്രയേ ഉള്ളൂ.